ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പലച്ചൻ. നവംബർ 13 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ മീത്രിയോസ്. ഫ്രാൻസിലെ ഒരു അടിമയായിരുന്നു ഈ മീത്രിയോസ്. അദ്ദേഹത്തിൻ്റെ യജമാനൻ ഈ അടിമയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു, പീഡിപ്പിക്കുമായിരുന്നു. കൂടെയുള്ള അടിമകളും അയാളെ പീഡിപ്പിക്കുമായിരുന്നു. എന്താ കാരണം എന്നറിയോ? അവൻ ക്രിസ്ത്യാനിയാണ്, മറ്റുള്ളവർ ക്രിസ്ത്യാനികളല്ല. അപ്പോൾ മറ്റുള്ളവരെല്ലാം പുറജാതിക്കാരും വിജാതിയൊക്കെ ആയിരിക്കുമ്പോൾ ഇവൻ മാത്രം ക്രിസ്ത്യാനി. അപ്പോൾ ഇവൻ്റെ വിശ്വാസത്തെയും ഇവൻ്റെ ജീവിതശൈലിയെ എല്ലാം ഇങ്ങനെ കളിയാക്കുകയും പീഡിപ്പിക്കുകയും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ടോർച്ചർ ചെയ്യും. അങ്ങനെ ഇവനെ പീഡിപ്പിച്ച് അവസാനം പക്ഷെ ഇവൻ വിശ്വാസം ത്യജിക്കാൻ തയ്യാറല്ല. ഇത്രമാത്രം അടിമകളൊക്കെ കളിയാക്കുന്നു, യജമാനൻ പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, വേറെ ആളുകൾ കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്നു. എന്നിട്ടും ഇവൻ്റെ വിശ്വാസത്തിനൊരു മാറ്റമില്ല. അവൻ ഈ അവഹേളനം വരുമ്പോഴും അവഹേളിക്കുന്നവരോടും ഇവൻ സ്നേഹത്തോടെ പെരുമാറുന്നു. യജമാനന് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇവൻ്റെ ഈ നന്മ കണ്ട് സഹിക്കാൻ പറ്റാതെ അവന് കൊന്നുകളഞ്ഞു. അത് 314 തലവെട്ടിയാണ് കൊന്നത്. ഇവന് ദൈവത്തെ സ്തുതിക്കുന്നു, ഈ തന്നെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരോടൊക്കെ സ്നേഹത്തോടെ പെരുമാറുന്നു. തന്നെ പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന യജമാനൻ എല്ലാ ശുശ്രൂഷയും സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഇവൻ്റെ നന്മ കണ്ട് സഹിക്കാൻ വയ്യാതെ അവൻ്റെ തല വെട്ടിക്കളഞ്ഞു. 314 ഫ്രാൻസിൽ വെച്ച് രക്തസാക്ഷിയും വിശുദ്ധനുമായ മീത്രിയോസ്. രക്തസാക്ഷികളുടെ ആത്മാക്കൾ എവിടെ ഇരിക്കണേ? വെളിപാട് ഗ്രന്ഥം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ അവർ ദൈവത്തിന് തൊട്ട് താഴെ ആയതുകൊണ്ട് ദൈവത്തിൽ ചില പ്രാർത്ഥനകൾ നടത്തുന്നു. അവർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു. ഇതേക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മളും മരിക്കേണ്ടത് ക്യാൻസർ വന്നോ അല്ലെങ്കിൽ ദഹനക്കേട് വന്നോ ഒന്നുമല്ല. നമ്മൾ രക്തസാക്ഷികളായിട്ട് ജീവിച്ച് മരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനം തൊട്ട് താഴെ ഇരുന്ന് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് യോഗ്യത ഉണ്ടാകണം. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും മരിക്കുന്നതും രണ്ടും രക്തസാക്ഷിത്വമാണ്. അങ്ങനെ അതിനുള്ള വലിയൊരു സാഹചര്യം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സുവർണ അവസരമാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും പറ്റിയ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഉണ്ട്. 33 കോടി ക്രിസ്ത്യാനികളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും ഇസ്ലാമിക പീഡനം, ഇസ്ലാമിക ആളുകളെ കൊണ്ട്, മുസൽമാൻ. അപ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ നാട് ലെബനൻ പോലെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നു വരണം. അതായത് നമുക്ക് ധാരാളം മക്കൾ വേണം, ക്രിസ്തു വേണ്ടി ജീവിക്കുന്നവർ വേണം. വിദേശത്ത് പോയാലും നമ്മുടെ നാട്ടിലും ആളുകൾ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമി മുഴുവൻ ഈ പറഞ്ഞ വക്കഫും വിക്കഫത്തൊക്കെ പറഞ്ഞ ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായ ഒരു ജനത വേണം. അത് ഈ മീത്രിയോസിനെ പോലെയുള്ള അടിമകൾക്കും പറ്റും, സ്വതന്ത്രർക്കും പറ്റും, ആർക്കും പറ്റും. മനസ്സാണ് വേണ്ടത്, പിന്നെ ദൈവത്തിൻ്റെ കൃപ അങ്ങനെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.